ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 8-ാം അധ്യായം. മൈത്രേയ ഉവാച. സനകാദ്യ നാരദശ്ച ഋഭുർഹംസോരുണിര്യതിഃ നൈതേ ഗൃഹാൻ ബ്രഹ്മസുതാ ഹ്യാവസന്നൂർധരേതസഃ. ഇതിനു മുമ്പ് കഴിഞ്ഞ 7 അധ്യായങ്ങൾ കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ദക്ഷന് ധർമ്മസിദ്ധി ഉണ്ടായെന്ന് കാണിച്ച് അപ്രകാരം അവസാനിപ്പിച്ചു. ഇനി മുതൽ ഭഗവാന്റെ പ്രസാദത്താൽ ധ്രുവനുണ്ടായ അർത്ഥസിദ്ധിയെ വിവരിക്കുന്നു. ബ്രഹ്മപുത്രന്മാരുടെ സന്താന പരമ്പരയെ പറയുന്ന ഘട്ടത്തിൽ സനകാദികൾ നിത്യജ്ഞാനികളായതിനാൽ ഗൃഹസ്ഥധർമ്മത്തെ അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിവേകികളായ മോക്ഷേച്ഛുക്കൾ ഗൃഹസ്ഥധർമ്മത്തെ അംഗീകരിക്കുന്നതു തന്നെ യോഗ്യമെന്ന് കാണിപ്പാൻ ഇവിടെ അവരുടെ ചരിത്രത്തെ സംഗ്രഹരൂപത്തിൽ ആവർത്തിച്ചു പറയുന്നു. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, നാരദൻ, ഋഭു, ഹംസൻ, ആരുണി, യതി എന്ന് സുപ്രസിദ്ധന്മാരായ ബ്രഹ്മപുത്രന്മാർ 9 പേർ ജന്മം മുതൽക്കു തന്നെ ബ്രഹ്മജ്ഞാനികളായി ഭവിച്ചു. അതുകൊണ്ടവർ ഗൃഹസ്ഥധർമ്മങ്ങളെ അംഗീകരിച്ചില്ല. അവർ ഊർധ്വരേതസ്സുകളാകുന്നു. രേതസ്സിൻ്റെ സഞ്ചാരം സ്വതേ പ്രാണികളിൽ കീഴ്ഭാഗത്തേക്കാകുന്നു. യോഗത്താൽ സിദ്ധിയെ പ്രാപിച്ചവർക്കാകട്ടെ രേതസ്സിൻ്റെ ഗതി ഊർധ്വഭാഗത്തേക്കായി വരും. അതിനാൽ സാധാരണന്മാരിൽ വെച്ച് ഇവർക്ക് വിശേഷമുണ്ടെന്ന് സാരം. മൃഷാധർമ്മസ്യ ഭാര്യാസി ദമ്പം മായാം ച ശത്രുഹൻ അസൂതമിഥുനം തത്തു നിർയതിർജഗൃഹേ പ്രജഃ. ഭാര്യാസ്വീകാരത്തെ വിഹിത കർമ്മമായിട്ടാണല്ലോ വേദം വിധിച്ചിരിക്കുന്നത്. അതിനെ വിട്ടുനടക്കുന്നത് ധർമ്മവിരുദ്ധമായ മാർഗമല്ലേ എന്ന് ശങ്കിക്കേണ്ട. വിരക്തി വരാതിരിക്കുന്നവർക്കാണ് ഭാര്യാസ്വീകാര്യം വിഹിതമെന്ന് നിശ്ചയിച്ചത്. വിരക്തന്മാർക്കാകട്ടെ ആയതാവശ്യമില്ല. വിരക്തി വന്നാൽ സന്യസിച്ചു കൊള്ളണമെന്ന് വിധിച്ചിരിക്കുന്നതിനാൽ ഭാര്യയെ സ്വീകരിക്കാതിരിക്കുന്നതല്ല അധർമ്മം. അധർമ്മത്തിൻ്റെ സ്വരൂപത്തെ പറയാം, കേൾക്കുക എന്നുള്ള അഭിപ്രായത്തോടുകൂടെ അധർമ്മനായ ബ്രഹ്മപുത്രൻ്റെ വംശത്തെ പറയുന്നു. അധർമ്മൻ്റെ ഭാര്യയ്ക്ക് മൃഷയെന്നു പേർ. ഹേ വീരനായ വിതുര, ഈ വംശത്തിൽ ജനിച്ചവരെ ജയിക്കുന്ന അങ്ങയെപ്പോലുള്ളവർ തന്നെ ഉത്തമന്മാർ. മൃഷയ്ക്ക് ദമ്പൻ എന്ന പുത്രനും മായ എന്ന പുത്രിയും ഇങ്ങനെ 2 സന്താനമുണ്ടായി. സന്താനഹീനനായിരുന്ന നിരുതി ഇവരെ സ്വസന്താനത്വേന സ്വീകരിച്ചു. തയോ സമഭവല്ലോഭോ നികൃതിശ്ച മഹാമതേ താഭ്യാം ക്രോധശ്ച ഹിംസാജ യദ്ദുരുക്തി സ്വസാ കലിഹി. അധർമ്മവംശത്തിൽ ജനിച്ച ഈ പുത്രീപുത്രന്മാർ വളർന്നപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നു. ദമ്പന് മായയിൽ ലോഭം എന്ന പുത്രനും നികൃതി എന്ന പുത്രിയും ജനിച്ചു. പിന്നെ അവർ ദമ്പതികളായി. അവരിൽ ക്രോധം എന്ന പുത്രനും ഹിംസ എന്ന പുത്രിയും, അവരിൽ കലി എന്ന പുത്രനും ദുരുക്തി എന്ന പുത്രിയും ജാതന്മാരായി. ഹേ മഹാമതിയായ വിതുര, ഈ വംശക്കാരോടുള്ള ചേർച്ചയെ വിട്ടിരിക്കുന്നവർ തന്നെ മഹാബുദ്ധിശാലികൾ. ദുരുക്തോ കലിരാദത്ത ഭിയം മൃത്യും ജസത്തമ തയോശ്ച മിഥുനം ജജ്ഞേ യാതനാ നിരയസ്തദാ. ഹേ സത്തമനായ വിതുര, ദുരുക്തി എന്ന ഭാര്യയിൽ കലഹൻ എന്ന ഭർത്താവ് ഭീതി എന്ന പുത്രിയെയും മൃത്യു എന്ന പുത്രനെയും ജനിപ്പിച്ചു. അവർ ഭാര്യാഭർത്താക്കന്മാരായി. അവരിൽ യാതന എന്ന പുത്രിയും നിരയം എന്ന പുത്രനുമുണ്ടായി. സംഗ്രഹേണ മയാഖ്യാത പ്രതിസർഗസ്തവാനഗഃ ത്രിശ്രുത്തേ തത്പുമാൻ പുണ്യം വിധിനോത്യാത്മനോമലം. അധർമ്മവംശത്തിൽ ജനിച്ച ദമ്പാദികൾ പ്രാണികളുടെ മനസ്സിനെ ബാധിക്കുന്നു. അതുനിമിത്തം അവർക്ക് നാശം നേരിടുന്നു. അതിനാൽ നാശകാരണമായിരിക്കുന്ന അധർമ്മവംശം പ്രതിസർഗം എന്ന ലീലയിൽ ഉൾപ്പെടുന്നു. പാപരഹിതനായ വിതുര, ഭയങ്കരനായിരിക്കുന്ന ഈ വംശത്തെ വിസ്തരിച്ചു പറയുന്നത് വക്താവിനും ശ്രോതാവിനും ഹൃദ്യമല്ലാത്തതിനാൽ ചുരുക്കമായി പറഞ്ഞു. ഈ വംശക്കാരോടുള്ള ചേർച്ചയെ വർജിക്കേണ്ടതാണെന്നുള്ള ബോധം ആവശ്യമാകയാൽ വർജനദ്വാര പുണ്യത്തെ ജനിപ്പിക്കുന്നതായ ഈ അധർമ്മവംശ ചരിത്രം 3 പ്രാവശ്യം കേൾക്കുന്നതുകൊണ്ട് പുരുഷൻ്റെ മനസ്സിനെ മാലിന്യപ്പെടുത്തുന്ന ക്രോധാതിവൃത്തി പരിഹാരത്താൽ ബുദ്ധിക്ക് നൈർമല്യം ഭവിക്കുന്നു. അധാത കീർത്തയേ വംശം പുണ്യകീർത്തേ കുരുദ്വഹ സ്വയംഭുവസ്യാഭിമനോർ ഹരേരംശാംശജന്മനഃ. അർത്ഥസിദ്ധിയെപ്പറ്റി പറയുന്നതാണ് ഇവിടുത്തെ പ്രകൃതം. അർത്ഥസിദ്ധി 2 വിധത്തിലാണ്. കാമക്രോധാദിവൃത്തികളിൽ കൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഭഗവത് പ്രസാദം കൊണ്ടും കാമാദിവൃത്തികളിൽ കൂടെ പ്രവർത്തിക്കുന്നതാകയാൽ നരകപാതം മുതലായ ദോഷങ്ങൾ നേരിടുന്നതുകൊണ്ട്
വിവേകികൾ അതിനെ ഉപേക്ഷിക്കണമെന്ന് ഇതിനു മുമ്പ് ചുരുക്കത്തിൽ 4 പദ്യങ്ങൾ കൊണ്ട് കാണിച്ചു. അധർമ്മസന്താനങ്ങളായ കാമാദികളുടെ സ്വഭാവങ്ങളെ വിസ്തരിച്ച് വർണ്ണിക്കുന്നത് ഹൃദ്യമല്ലാത്തതുകൊണ്ടാണ് വർണ്ണനം സംഗ്രഹമാക്കി അവസാനിപ്പിച്ചത്. ഇനിമേൽ ധർമ്മസമ്പാദനത്തിന് സജ്ജനസമ്മതമായ മാർഗം ഭഗവത് പ്രസാദമാണെന്നും ജന്മസാബല്യത്തിന് കാരണമായ ധർമ്മസിദ്ധി ഭഗവത് പ്രസാദം കൊണ്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും കാണിപ്പാനായിട്ട് സ്വയംഭുവ മനുവിൻ്റെ വംശപരമ്പരയെപ്പറ്റി പറയുവാൻ ഭാവിക്കുന്നു. ഹേ കുരുകുലത്തിൽ ജനിച്ചിട്ടുള്ളവരിൽ ശ്രേഷ്ഠനായ വിതുര, ശ്രവണമാത്രത്താൽ പുണ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ യോഗ്യമായ കീർത്തിയോടുകൂടിയും ശ്രീഹരിയുടെ അംശമായ ബ്രഹ്മാവിൻ്റെ അംശത്തിൽ നിന്ന് ജന്മത്തോടുകൂടിയും ഇരിക്കുന്ന സ്വയംഭുവ മനുവിൻ്റെ വംശത്തെയും ഇനി മുതൽ വിസ്തരിച്ചു പറയാം. മനസ്സിരുത്തി കേൾക്കുക. പ്രിയം വ്രതോത്താനപാദൗ ശതരൂപ പദേ സുതൗ വാസുദേവസ്യ കലയാ രക്ഷായാം ജഗതസ്ഥിതൗ. സ്വയംഭുവന് ശതരൂപയിൽ ശ്രീഹരിയുടെ അംശഭൂതന്മാരായി ജനിച്ച പുത്രന്മാരായ പ്രിയവ്രതനും ഉത്താനപാദനും ലോകത്തെ മര്യാദ തെറ്റാതെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. ജായേ ഉത്താനപാദസ്യ സുനീതി സുരുചിസ്തയോഃ സുരുചി പ്രേയസി പത്യുർനേതരായ സുതോ ധ്രുവഃ. പ്രിയവ്രതനാണ് മനുപുത്രന്മാരിൽ ശ്രേഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ വംശം ആദ്യം പറയേണ്ടതാണ്. എന്നാൽ അദ്ദേഹം നിവൃത്തിമാർഗത്തിൽ രതനായതിനാൽ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചില്ല. പിന്നെ ബ്രഹ്മാജ്ഞ നിമിത്തം രാജ്യകാര്യത്തിലേർപ്പെട്ട് സന്താനങ്ങളുണ്ടായില്ല. ആദ്യം വംശവൃദ്ധി സംഭവിച്ചത് ഉത്താനപാദ രാജാവിനാണ്. അതുകൊണ്ട് അനുജനായ ഉത്താനപാദ രാജാവിൻ്റെ വംശത്തെ ആദ്യം പറയുന്നു. സുനീതി സുരുചി എന്നു പേരുള്ള 2 ഭാര്യമാരെ ഉത്താനപാദ മഹീപതി സ്വീകരിച്ചു. അവരിൽ സുരുചിയെ സ്നേഹിച്ചതുപോലെ സുനീതിയെ സ്നേഹിച്ചിരുന്നില്ല. സുനീതി പുത്രനാണ് ധ്രുവൻ. ധർമ്മിഷ്ഠനായ ധ്രുവൻ്റെ ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ഏകദാ സുരുചേ പുത്രം അംഗമാരോപ്യലാളയൻ ഉത്തമം നാരുരുക്ഷന്തം ധ്രുവം രാജ്യാഭ്യനന്ദത. ഒരു നാൾ സുരുചിയുടെ പുത്രനെ മടിയിലിരുത്തി ലാളിക്കുന്ന സമയം അരികത്ത് ചെന്നു നിന്ന ധ്രുവൻ എന്ന ബാലൻ, സുനീതി പുത്രൻ, അംഗാരോഹണം ചെയ്യുവാൻ ആഗ്രഹിച്ചതിനെ രാജാവ് അഭിനന്ദിച്ചില്ല. സുരുചിക്ക് ഇഷ്ടമാകയില്ലെന്നുള്ള വിചാരത്താലാണ് ആ വിധം ചെയ്തത്. വിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്ന് ജനിച്ചവനായിരുന്നിട്ടും സ്ത്രീ വിഷയാസക്തി നിമിത്തം വിവേകശൂന്യനെന്ന പോലെ പ്രവർത്തിച്ചതിനെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ബാലന്മാരെയും കുലവൃദ്ധന്മാരെയും അവമാനിക്കുന്നതുകൊണ്ട് വംശനാശം സംഭവിക്കുമെന്നുള്ള ധർമ്മശാസ്ത്രവചനത്തെ രാജാവ് വിസ്മരിച്ചതുപോലെ പ്രവർത്തിച്ചിരിക്കുന്നതിനാൽ സ്ത്രീകളിൽ അതിരില്ലാത്ത പ്രേമം അനർത്ഥാവഹമാണെന്ന് ധരിക്കണം. തഥാ ചികീർഷമാണം തം സപത്ന്യാസ്തനയം ധ്രുവം സുരുചി ശൃണ്വതോ രാജ്ഞഃ സേർഷ്യമാഹാദിഗർവിത. പിതാവിൻ്റെ മടിയിൽ കയറിയിരിപ്പാൻ ആഗ്രഹിക്കുന്ന ധ്രുവൻ സപത്നിപുത്രനാണെന്നുള്ള മത്സരത്തോടുകൂടിയ സുരുചി ഭർത്താവ് തനിക്ക് അധീനനാണെന്നുള്ള ഗർവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈർഷ്യയോടുകൂടെ രാജാവ് കേട്ടുകൊണ്ടിരിക്കെ ഇങ്ങനെ പറഞ്ഞു. നവത്സ നൃപതേർദിഷ്ണ്യം ഭവാനാരോടുമർഹതി നഗൃഹീതോ മയായത്വം കുക്ഷാവഭി നിർഭാത്മജഃ. ഹേ ബാലക, നിനക്ക് രാജാംഗത്തിൽ കയറിയിരിപ്പാൻ യോഗ്യതയില്ല. നീ രാജപുത്രൻ തന്നെയെങ്കിലും എൻ്റെ കുഷിയിൽ ജാതനല്ലല്ലോ. അതുകൊണ്ടാണ് യോഗ്യതയില്ലാത്തത്. ബാലോസി ബദനാത്മാനം അന്യസ്ത്രീഗർഭസംവൃതം ന്യൂനം വേദ ഭവാന്യസ്യ ദുർലഭേർത്തേ മനോരഥഃ. സാധിപ്പാൻ കഴിവില്ലാത്തതായ കാര്യത്തിൽ രാജാംഗാരോഹണത്തിൽ നിനക്ക് താത്പര്യം കാണുന്നതുകൊണ്ട് നീ എൻ്റെ ഉദരത്തിലല്ല അന്യസ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചവനാണെന്നുള്ള വിചാരം നിനക്കില്ല നിശ്ചയം. അന്യസ്ത്രീ ആയാലെന്താ ദോഷം? രാജപുത്രൻ അല്ലയോ എന്ന് നിനക്ക് തോന്നുന്ന പക്ഷം അതിൻ്റെ രഹസ്യം ധരിപ്പാനുള്ള പ്രായം നിനക്കായിട്ടില്ലല്ലോ. നീ ബാലനാകുന്നുവല്ലോ എന്നോർത്ത് ഞാൻ വ്യസനിക്കുന്നു. രാജാക്കന്മാർക്ക് ബഹുഭാര്യമാരുണ്ടെങ്കിലും എല്ലാവരിലും ജനിക്കുന്ന പുത്രന്മാർക്ക് ഒരുപോലെ രാജസംഭാവന സിദ്ധിക്കുകയില്ല. രാജാവ് അധികം സ്നേഹിക്കുന്ന ഭാര്യയിൽ ജനിച്ചവനെ മാത്രമേ വിശേഷവിധിയായി സംഭാവന ചെയ്യുകയുള്ളൂ എന്നുള്ള തത്വം ധരിപ്പാനുള്ള പ്രായം നിനക്കാകാഞ്ഞതുകൊണ്ടാണ് രാജാംഗത്തിൽ വസിപ്പാൻ നീ ആഗ്രഹിച്ചത് എന്നു സാരം. തപസാരാധ്യ പുരുഷം തസ്യൈവാനുഗ്രഹേണ മേ ഗർഭേ ത്വം സാധയാത്മാനം യദീച്ഛസി നിർഭാസനം. രാജാവിൻ്റെ മടിയിൽ ഇരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന പക്ഷം തപസ്സു ചെയ്ത് പുരുഷോത്തമനായ ഭഗവാനെ പ്രസാദിപ്പിച്ച് വരം വാങ്ങി എൻ്റെ ഉദരത്തിൽ നിന്ന് ജനിപ്പാനുള്ള ഭാഗ്യത്തെ സമ്പാദിക്കുക.
അങ്ങനെയായാലല്ലാതെ നിനക്ക് രാജാസനം ലഭിക്കുന്നതല്ല. ഈ ജന്മത്തിൽ നിനക്ക് സാധ്യമല്ല. ജന്മം മാറണം, എൻ്റെ വയറ്റിൽ ജനിക്കണം എന്നെല്ലാം അബദ്ധബഹുലമായി പറഞ്ഞു. ധിക്കാരപൂർവ്വം ധ്രുവനെ ഈ വിധം അവമാനിച്ചതിൻ്റെ ഫലമാണ് ഈ സുരുചിയും പുത്രനും പെട്ടെന്ന് നശിച്ചതെന്നും ഉത്കടമായ പാപത്തിൻ്റെ ഫലം പെട്ടെന്ന് വന്നുചേരുമെന്നും മനസ്സിലാക്കണം. മൈത്രേയോവാച മാതുസ്സപത്ന്യാ സുദുരുക്തിവിദ്ധഃ ശ്വസൻരുഷാ ദണ്ഡഹതോ യദാ ഹിത്വാമിഷന്തം പിതരം സന്നവാചം ജഗാമമാതു പ്രരുതൻ സകാശം. മൈത്രേയർ പറഞ്ഞു, അമ്മയുടെ ശത്രുസ്ഥാനത്തിലിരിക്കുന്ന സുരുചിയുടെ ദുർവാക്കുകൾ കേട്ടപ്പോൾ ധ്രുവൻ്റെ ബാലഹൃദയം പൊട്ടിത്തകർന്നുപോയി. അടിയേറ്റ സർപ്പം എന്ന പോലെ ക്ഷാത്രഗുണം ക്രോധിച്ചു. കോപത്തെ സൂചിപ്പിക്കുന്ന ദീർഘശ്വാസങ്ങളെ വിട്ടു. സുരുചിയുടെ ദുർവാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ മൗനാവസ്ഥയെ ധ്രുവന് സഹിക്കവയ്യാതെയായി. ഉറക്കെ കരഞ്ഞുകൊണ്ട് മാതൃസമീപം പ്രവേശിച്ചു. തം നിശ്വസന്തം സ്ഫുരിതാദരോഷ്ടം സുനീതിരുത്സംഗവുദൂഹ്യ ബാലം നിശമ്യ തത്പൗരമുഖാന്നിതാന്തം സാ വിവ്യതേയദ്ഗതിദം സപത്ന്യാഹ. ദുഃഖവും ക്രോധവും ഒരുപോലെ അധികരിച്ചിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ചുണ്ടുകളുടെ ചലനത്തോടും ദീർഘനിശ്വാസത്തോടും കൂടെ സമീപത്ത് വന്നു നിൽക്കുന്ന ആ ബാലകനെ മാതാവായ സുനീതിദേവി മടിയിലിരുത്തി ചോദ്യം തുടങ്ങിയ സമയം അന്തഃപുരത്തിൽ പരിചരിക്കുന്ന ചിലരുടെ മുഖത്തിൽ നിന്ന് കുട്ടിയെ അത്യന്തം ഖേദിപ്പിക്കുന്ന വാക്കുകൾ സുരുചി പറഞ്ഞതായറിഞ്ഞ് വളരെ വ്യസനിച്ചു. സോസൃജ്യ ധൈര്യം വിലലാപശോകാദാവാഗ്നിനാദാവലദേവ ബാല വാക്യം സപത്ന്യാ സ്മരതി സരോജശ്രിയാദൃശാ ബാഷ്പകലാമുവാഹ. സുനീതിയുടെ ദുഃഖാധികത്തെ പ്രകാശിപ്പിക്കുകയാണ്. കാട്ടുതീയിൻ്റെ ജ്വാലയേറ്റ് വാടിയ വല്ലി എന്ന പോലെ ദുഃഖാധിക്യത്താൽ ശരീരം തളർന്ന് മോഹാലസ്യത്തെ പ്രാപിച്ച അവൾ പലതും പറഞ്ഞു കരഞ്ഞു. സപത്നി പറഞ്ഞ വാക്കിനെ തന്നെ ആവർത്തിച്ച് സ്മരിച്ചതുകൊണ്ട് താമരദളം പോലെ മനോഹര കാന്തിയോടുകൂടിയ കണ്ണിൽ ജലം നിറഞ്ഞു. ദീർഘം ശ്വസന്തി വൃജിനസ്യ പാരമപശ്യതി ബാലകമാഹബാല മാമംഗളം താത പരേഷു മംസ്താ ഭുങ്ക്തേ ജനോ യത് പരദുഃഖതസ്തത്. ദീർഘനിശ്വാസം ചെയ്തുകൊണ്ട് ചിന്ത ചെയ്തു. രാജാവ് ചെയ്ത അവമാനത്തിന് നിവൃത്തിയില്ലെന്നറിഞ്ഞ് ധൈര്യം അവലംബിച്ചു. സുരുചിയുടെ വിഷതുല്യമായ വാക്കിൽ അമൃത സദൃശ്യമായിരിക്കുന്ന സാരാംശം അടങ്ങിയിട്ടുണ്ടെന്ന് സ്വബുദ്ധി ഗുണത്താൽ അറിഞ്ഞു. ബാലകനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ വത്സ, നിനക്ക് ദുഃഖത്തെ മറ്റുള്ളവർ ജനിപ്പിച്ചുവെന്നുള്ള വിചാരത്താൽ അവരിൽ ദോഷം ആരോപിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തർക്കും സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അവരവരുടെ പ്രാരബ്ധ കർമ്മഫലങ്ങളായിട്ട് കരുതിക്കൊള്ളുക. ഏതൊരുവൻ മുജ്ജന്മത്തിൽ അന്യർക്ക് ദുഃഖത്തെ നൽകിയിരിക്കുന്നുവോ അവർ ഈ ജന്മത്തിൽ ആ ദുഃഖത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദുഃഖത്തിനു കാരണം ഇതരന്മാരാണെന്നുള്ള വിചാരം വിട്ടുകളയുക. സത്യം സുരുച്യാഭിഹിതം ഭവാൻമേ യദുർഭഗായ ഉദരേ ഗൃഹീതഃ സ്തന്യേന വൃദ്ധശ്ച വിലജ്ജതേയാം ഭാര്യാദിവാവോടുമിടസപതിർമാം. രാജാസനത്തിൽ വസിപ്പാൻ നീ യോഗ്യനല്ലെന്ന് സുരുചി പറഞ്ഞത് സത്യം തന്നെ. എന്തുകൊണ്ടെന്നാൽ ഭാഗ്യഹീനയായ എൻ്റെ ഉദരത്തിൽ നിന്ന് നീ ജനിച്ചു. എൻ്റെ മുലപ്പാൽ കുടിച്ചു തന്നെ വളരുകയും ചെയ്തു. ഭാഗ്യഹീനയാണെന്ന് പറയുവാൻ കാരണമെന്തെന്ന് നീ ഭ്രമിക്കേണ്ട. രാജാവ് എന്നെ ഭാര്യയാണെന്ന് വിചാരിപ്പാൻ കൂടി ലജ്ജിക്കുന്നു. അതുതന്നെയാണ് ഭാഗ്യമില്ലായ്മയുടെ ലക്ഷണം. ആദിഷ്ടതത്താത വിമത്സരസ്ത്വാമുക്തം സമാത്രാഭി യദവ്യളീകം ആരാധയാദോക്ഷജപാദപത്മം യദീച്ഛസേദ്യാസനമുത്തമോ യഥാ. ഉത്തമനെ പോലെ രാജാസനത്തിലിരിപ്പാൻ നിനക്ക് മോഹമുണ്ടെങ്കിൽ ശ്രീ വാസുദേവ പാദപത്മത്തെ പൂജിക്കുക എന്ന് നിന്റെ അമ്മയ്ക്ക് തുല്യയായ സുരുചി വ്യാജം കൂടാതെ പറഞ്ഞതിനെ നീ അനുഷ്ഠിച്ചു കൊള്ളുക. ഹേ വത്സ, അങ്ങനെ പറഞ്ഞതിൽ അസഹ്യത നിനക്ക് തോന്നാതിരിക്കണം. ഭഗവത് പാദപത്മം ആരാധിക്കാത്തവർക്ക് ഭാഗ്യമുണ്ടാകുന്നതല്ലെന്ന് സുരുചി പറഞ്ഞത് സത്യമാകയാൽ അതിനെ സന്തോഷപൂർവ്വം അനുഷ്ഠിക്കുക തന്നെ വേണം. മത്സരം വിചാരിക്കുകയല്ല വേണ്ടത്. യസ്യാംഘ്രിപത്മം പരിചര്യ വിശ്വവിഭാവനായാത്ത ഗുണാഭിപത്തേഃ അജോദ്യതിഷ്ഠത് ഖലു പാരമേഷ്ട്യം പദം ജിതാത്മശ്വസനാഭിവന്ദ്യം. മാതാവിൻ്റെ നിലയിൽ അനുഗ്രഹബുദ്ധിയ സുരുചി പറഞ്ഞതല്ലല്ലോ. ദ്വേഷം നിമിത്തം എന്നെ അധിക്ഷേപിച്ചു പറഞ്ഞതായ ആ വാക്യം എങ്ങനെ ഞാൻ സ്വീകരിക്കുമെന്ന് ശങ്കിക്കേണ്ട. നിത്യാനന്ദ തൃപ്തനായിരിക്കുന്ന ഭഗവാൻ ഐശ്വര്യാദികളായ 6 ഗുണങ്ങളുടെ അധിഷ്ഠാനഭാവത്തെ കരുണയാ സ്വീകരിച്ചിരിക്കുന്നത് ഭക്തലോകത്തെ അനുഗ്രഹിപ്പാൻ വേണ്ടിയിട്ടാകുന്നു. സ്വാനന്ദ സംതൃപ്തനായ ശ്രീ ഭഗവാന്
ഗുണാംഗീകാരത്താൽ വേറെ പ്രയോജനമൊന്നുമില്ല. ആ ഭഗവാന്റെ പാതാരവിന്ദ ഭജനം കേവലന്മാർക്ക് സാധ്യവുമല്ല. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രാണചലനത്തെയും അടക്കുവാനുള്ള ഉപായമായ യോഗത്തെ അഭ്യസിക്കുന്നവർ ഐശ്വര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഭജിക്കുന്നത് ആ പാദപങ്കജത്തെയാകുന്നു. ബ്രഹ്മാവിന് പരമോത്കൃഷ്ടമായ പദവി സിദ്ധിച്ചിരിക്കുന്നതും ശ്രീ ഭഗവാന്റെ പാതാരവിന്ദത്തെ സേവിച്ചതുകൊണ്ടാണെന്ന് സംശയം കൂടാതെ വിശ്വസിച്ചുകൊള്ളുക. അതിനാൽ ഉൽഗതിയെ ആഗ്രഹിക്കുന്നവർ ഭഗവത് പാദകമലത്തെ തന്നെ സേവിക്കണം. തഥാ മനുർവോ ഭഗവാൻ പിതാമഹോ യമേകമത്യ പുരുദക്ഷിണേർമഗൈഹി ഇഷ്ട്വാഭിഭേദേ ദുരവാപമന്യതോ ഭൗമം സുഖം ദിവ്യമതാപവർഗ്യം. നിങ്ങളുടെ മുത്തച്ഛനായ മനുവിനും ഐശ്വര്യാദികളായ 6 ഗുണങ്ങളുടെ പൂർത്തിയുണ്ടാവാൻ അനുഗ്രഹിച്ചതും ശ്രീ ഭഗവാൻ തന്നെയാകുന്നു. ഭഗവാൻ മനു ഭേദഭാവേന കൂടാതെ ശ്രീ ഭഗവാനെ ഉത്കൃഷ്ടയാഗങ്ങൾ ചെയ്തു പൂജിച്ചു. അതുകൊണ്ട് മന്വന്തരാധിപത്യം എന്ന് പറയപ്പെടുന്ന ഭൂലോകത്തിലെ ഉത്കൃഷ്ട സ്ഥാനവും സ്വർഗസുഖവും മരണാനന്തരം മോക്ഷസുഖവും പ്രയാസം കൂടാതെ പ്രാപിച്ചു. അതുകൊണ്ട് നീയും ഭഗവാനെ സേവിച്ചാൽ നിനക്കും മഹാപദവി ലഭിക്കും. തമേവ വത്സാശ്രയഭൃത്യവത്സലം മുമുക്ഷുഭിർ മൃഗ്യപദാബ്ജപദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യ ഭജസ്വ പൂരുഷം. അല്ലയോ ബാലക, ആ ഭഗവാനെ തന്നെ നീയും ഭജിച്ചുകൊള്ളുക. ആർ തന്നെ സേവിക്കുന്നുവോ അവരിൽ കാരുണ്യത്തോടുകൂടെ സർവാഭീഷ്ടങ്ങളെയും നൽകുന്നത് ഭഗവാന്റെ സ്വഭാവമാകുന്നു. സകാമന്മാർ മാത്രമല്ല, മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവരും ആ ഭഗവാന്റെ പാദപത്മത്തെ തന്നെയാകുന്നു നിരന്തരം അന്വേഷിച്ചറിയുവാൻ പരിശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഭജിക്കേണ്ടതെന്നും പറയാം, കേട്ടുകൊള്ളുക. ആ ഭഗവാനെ മാത്രമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും വിചാരം മനസ്സിലുണ്ടാകാതിരിക്കണം. ചഞ്ചലിക്കുന്നതായ മനസ്വഭാവത്തെ അടക്കുവാനായിട്ട് യമനിയമാദികളെ അഭ്യസിക്കണം. അപ്പോൾ മനസ്സ് ചാഞ്ചല്യമെന്ന ദോഷത്തിൽ നിന്ന് നിർമുക്തമായി സുപ്രസന്നമായി ഭവിക്കും. അങ്ങനെ പരിശുദ്ധമായ മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ചുകൊണ്ട് ശരണം പ്രാപിച്ചുകൊള്ളുക. അശുദ്ധാവസ്ഥയിൽ തുച്ഛ വിഷയങ്ങളെ ചിന്തിക്കുന്ന മനസ്സ് ശുദ്ധാവസ്ഥയിൽ ഭഗവാനെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇതും മനസ്സിൻ്റെ സ്വഭാവമാകുന്നു. സ്വബാലകനോട് ഇത്രയും പരിപക്വമായ ഗംഭീര സേവാമാർഗം ഉപദേശിപ്പാൻ ഭഗവാൻ തന്നെ സുനീതിയെ പ്രേരിപ്പിച്ചു എന്ന് കരുതണം. ഭഗവത്പാദ സേവാമാർഗം അർമ്മജ്ഞയുമാണ് സുനീതി എന്ന് സ്പഷ്ടമാക്കി. നാന്യം തദ പത്മപലാശലോചനാത് ദുഃഖച്ഛിദം തേ മൃഗയാമി കഞ്ചന യോ മൃഗ്യദേഹസ്ഥഗൃഹീത പത്മയ ശ്രിയേതരംഗ വിമൃഗ്യമാണയ. അല്ലയോ എൻ്റെ ആത്മജ, സേവകന്മാരെ കടാക്ഷമാത്രത്താൽ സർവ്വദുഃഖങ്ങളിൽ നിന്നും ഉദ്ധരിപ്പാൻ സമർത്ഥയായിരിക്കുന്ന നേത്രശോഭയുള്ള ആ പങ്കജാക്ഷൻ ഒരുവനല്ലാതെ നിന്റെ ദുഃഖങ്ങളെ തീർത്ത് അനുഗ്രഹിപ്പാൻ സമർത്ഥനായിരിക്കുന്ന അന്യനെ ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാവാദി ദേവന്മാർ യാതൊരു ഭഗവതിയുടെ കടാക്ഷം ലഭിപ്പാൻ ആഗ്രഹിച്ച് ഭജിക്കുന്നുവോ താമരപ്പൂവിനെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ആ ശ്രീദേവി ആ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ സർവോത്തമത്വം ശ്രീ ഭഗവാനിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ഭഗവാനെ ദുഃഖശാന്തിക്കായി ആശ്രയിച്ചു കൊള്ളുക. ഈ മാതിരി സതുപദേശം ചെയ്യുവാൻ ബുദ്ധിഗുണം സിദ്ധിച്ചിരിക്കുന്ന മഹതി തന്നെ മാതൃസ്ഥാനത്തിന് അർഹ. മൈത്രേയോവാച ഏവം സംജൽപിതം മാതുരാകർണ്യാർത്ഥാഗമം വജഃ സന്നിയമ്യാത്മനാത്മാനം നിശ്ചക്രാമ പിതുപുരാത്. മൈത്രേയർ പറഞ്ഞു, തൻ്റെ അഭീഷ്ടത്തെ സാധിപ്പാനുള്ള മാർഗത്തെ പ്രകാശിപ്പിച്ചും സാരാംശം നിറച്ചും കരഞ്ഞും കൊണ്ട് മാതാവ് പറയുന്ന വചനത്തെ കേട്ടപ്പോൾ വിചാരപൂർവം മനസ്സിനെ ധൈര്യപ്പെടുത്തിയ ധ്രുവൻ ഹരിവചനം ചെയ്യുവാനുറച്ച് രാജധാനിയിൽ നിന്നിറങ്ങിപ്പോയി. നാരദസ്തദുപാകർണ്യ ജ്ഞാത്വാ തസ്യ ചികീർഷിതം സ്പൃഷ്ട്വാ മൂർധന്യഗഗ്നേന പാണിനാ പ്രാഹ വിസ്മിതഃ. മാതാവായ സുനീതി പുത്രന് ചെയ്ത ഉപദേശത്തെ ശ്രീ നാരദമുനി സമീപത്തു നിന്നു പറയുന്ന മട്ടിൽ കേട്ടു. ധ്രുവൻ്റെ ഭാവത്തെ അറിയുകയും ചെയ്തു. സർവജ്ഞന്മാരായ കരുണാലുക്കൾ എപ്പോഴും എല്ലാം അറിഞ്ഞിരിക്കുന്നവരാണല്ലോ. ആരെ എപ്പോൾ അനുഗ്രഹിപ്പാൻ സാധിക്കും, തങ്ങളുടെ അനുഗ്രഹത്തിന് അധികാരം സിദ്ധിച്ചവരാരാകുന്നുവെന്ന് ചിന്തിച്ചിരിക്കുന്നവരാകുന്നു മഹാത്മാക്കൾ. അതിനാൽ ശ്രീ നാരദമുനി സ്വസ്ഥാനത്തിൽ നിന്നും പുറപ്പെട്ട് ധ്രുവ സമീപത്തിൽ വന്നു. സകല പാപങ്ങളെയും തീർക്കുവാൻ തക്ക പരിശുദ്ധിയുള്ള പാണികമലത്തെ ധ്രുവശിരസിൽ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ആശ്ചര്യത്തോടുകൂടെ മന്ത്രിച്ചു.
അഹോ തേജക്ഷത്രിയാണാം മാനഭംഗമമൃഷ്യതാം ബാലോപ്യയം ഹൃദാ ദത്തേ യത്സമാതുരസധ്വജഃ. അവമാനത്തെ സഹിക്കാത്തതായ സ്വഭാവം ജന്മസിദ്ധമായിരിക്കുന്ന ക്ഷത്രിയന്മാരുടെ പ്രഭാവം ആശ്ചര്യജനകമായിരിക്കുന്നു. ഇവൻ മാനാവമാനം തിരിച്ചറിയുവാൻ തക്കതായ പ്രായമെത്താതിരിക്കുന്ന ബാലനാണെങ്കിലും അമ്മയുടെ സപത്നിയായ സുരുചി പറഞ്ഞ തിരസ്കാരവചനത്തെ മനസ്സിൽ ബലമായി ധരിച്ചിരിക്കുന്നു. നാരദ ഉവാച നാദുനാപ്യവമാനം തേ സമ്മാനം വാപി പുത്രക ലക്ഷയാമകുമാരസ്യ സക്തസ്യ ക്രീഡനാദിഷു. ശ്രീനാരദൻ ധ്രുവനോട് പറഞ്ഞു, ഹേ ബാലക, കളിക്കോപ്പുകളിൽ ആസക്തനായിരിക്കുന്ന ഒരു കുട്ടിയല്ലേ നീ? ഈ പ്രായത്തിൽ സമ്മാനത്തെയോ അവമാനത്തെയോ വേർതിരിച്ചറിഞ്ഞ് കാര്യമാക്കുന്ന സമ്പ്രദായം കുട്ടികളിൽ ഞങ്ങൾ കാണാറില്ല. വികൽപേ വിദ്യമാനേബി നഹ്യ സന്തോഷഹേതവഃ പുംസോ മോഹമൃദേ ഭിന്ന യല്ലോകേ നിജകർമ്മഭിഃ. ഹേ ബാലക, ഇത് സമ്മാനം ഇത് അവമാനം എന്നുള്ള ഭേദഭാവം നിനക്കുണ്ടെന്ന് വരികിൽ ആ ഭാവം നിനക്കുണ്ടായത് ശരിയായ ബോധമില്ലാത്തതുകൊണ്ടാകുന്നു. ലോകത്തിൽ ഓരോരുത്തർക്കും സന്തോഷ സന്താപങ്ങളുണ്ടാകുന്നവ അവരവർ ചെയ്ത ജന്മാന്തര കർമ്മങ്ങളുടെ പരിഭാഗത്തിൽ നിന്നാകുന്നു. അതുകൂടാതെ അന്യന്മാരാണ് സന്തോഷ സന്താപ കാരണഭൂതന്മാർ എന്ന് തോന്നുന്നത് വെറും മോഹമാകുന്നു, അത് പരമാർത്ഥമല്ല. പരിതുഷ്യേതസ്താദ താവന്മാത്രേണ പൂരുഷഃ ദൈവോപസാദിതം യാവദ്വിശേഷരഗതിം ബുധഃ. അതുകൊണ്ട് ഹേ ബാലക, സ്വപ്രാരബ്ധാനുകൂലമായ ബലത്തെ ദൈവം നൽകിയിരിക്കുന്നതായിട്ട് അറിവുള്ള പുരുഷൻ കണ്ടുകൊള്ളണം. അധമാത്രോപദിഷ്ടേന യോഗേന വരുരുത്സസി യത്പ്രസാദം സ വൈ പുംസാം ദുരാരാധ്യോ മതോ മമ. ഈശ്വരാനുഗ്രഹത്താൽ പ്രാരബ്ധത്തെ അതിക്രമിക്കാമെന്ന് നിന്റെ അമ്മ ഉപദേശിച്ചതിനെ അനുസരിച്ചുള്ള ഉപായത്തെ അവലംബിക്കുവാനും തദ്വാര ഭഗവാന്റെ പ്രസാദത്തെ സമ്പാദിപ്പാനും നീ ഇച്ഛിക്കുന്നുവെങ്കിൽ കൊള്ളാം, അത് ശരിയായ മാർഗം തന്നെ. പക്ഷേ ഈശ്വരനെ ആരാധിച്ച് സന്തോഷിപ്പിക്കുന്നത് എളുപ്പമാണെന്ന് നീ ധരിക്കേണ്ട. മനുഷ്യർക്ക് സാധിപ്പാൻ ഏറ്റവും പ്രയാസമുള്ള പ്രവൃത്തിയാണിതെന്നാകുന്നു എൻ്റെ അഭിപ്രായം. മുനയ പദവീം യസ്യ നിസ്സംഗേനോരു ജന്മഭിഃ ന വിദുർമൃഗയന്തോഭി തീവ്രയോഗ സമാധിന. സ്വഭാവത വിചാരശീലന്മാരായ മഹർഷിമാർ സകല വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചിട്ട് അഷ്ടാംഗയോഗം കൊണ്ടും സമാധി കൊണ്ടും യാതൊരു ഭഗവാന്റെ ശരിയായ മാർഗത്തെ കണ്ടുപിടിപ്പാൻ പരിശ്രമിച്ചിട്ടും അനേക ജന്മങ്ങൾ കൊണ്ടുകൂടെ അറിയുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയിരിക്കെ ബാലനായ നീ എങ്ങനെ ആ ഈശ്വരനെ ആരാധിച്ച് പ്രസാദിപ്പിക്കും? എല്ലാം കൊണ്ടും നിന്റെ പരിശ്രമം സുകരമല്ലെന്നറിഞ്ഞുകൊള്ളുക. അതോ നിവർത്തതാമേഷ നിർബന്ധസ്തവ നിഷ്ഫലഃ പതിഷ്യതി ഭവാൻ കാലേ ശ്രേയസാം സമുപസ്ഥിതേ. അതുകൊണ്ട് രാജധാനിയിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊള്ളുക. ഈ നിർബന്ധം ബലവത്തായി വരുവാൻ പ്രയാസം. ശ്രേയസ്സുകളെ സമ്പാദിപ്പാനുള്ള കാലം സമീപത്ത് വരുമ്പോൾ ഭവാൻ അതിൽ പ്രവർത്തിക്കാം. അപ്പോൾ ശ്രേയസ്സു താനേ തന്നെ വന്നു ചേരുകയും ചെയ്യും. യസ്യ യദ്ദൈവ വിഹിതം സ തേന സുഖദുഃഖയോഃ ആത്മാനം തോഷയൻ ദേഹി തമസഃ പാരമൃച്യതി. ഈശ്വരനെ ആരാധിക്കാതെ ഗൃഹത്തിൽ ചെന്ന് സ്വസ്ഥനായിരിക്കുന്നതുകൊണ്ട് എന്തൊരു ബലമാണ് സാധിക്കുന്നതെന്ന് വിചാരിച്ചു ഖേദിക്കേണ്ട. ബലപ്രാപ്തി സാവധാനത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. ഏതൊരുവന് ഏതുവിധമായ ബലം കൊടുപ്പാനായി പ്രാരബ്ധം അനുവദിക്കുന്നുവോ അതിനനുസരിച്ച ബലത്തെ ദൈവം അവന് നൽകുന്നു. അത് സുഖരൂപമോ ദുഃഖരൂപമോ ആയിരിക്കും. ഏതു രൂപത്തിലിരുന്നാലും അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളണം. എൻ്റെ സുഖദുഃഖരൂപമായ ഈ അനുഭവത്തിന് ഞാൻ ചെയ്ത കർമ്മമാണ് കാരണമെന്നോർത്ത് സമാധാനിച്ച് ശാന്തിയെ അഭ്യസിക്കണം. ഈ അഭ്യാസത്താൽ ക്രമത്തിൽ അന്ധകാരപ്രായമായിരിക്കുന്ന സംസാരത്തെ കടക്കുവാൻ കഴിയുന്നതാകുന്നു. ഗുണാധികാൻ മുദം ലിപ്സേ അനുക്രോശം ഗുണാധമാത് മൈത്രീം സാമാനധന്വിച്ഛേന താപരൈഭിഭൂയതേ. പരന്മാരിൽ നിന്നുള്ള അവമാനത്താൽ തകർന്നിരിക്കുന്ന മനസ്സോടുകൂടിയ ഞാൻ എങ്ങനെ മനസ്സുഖത്തെ അവലംബിക്കുമെന്ന് വിചാരിക്കേണ്ട. മാനാവമാനബാധ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം പറയാം. തന്നേക്കാൾ അധികം വിദ്യ, ധനം, കുലമഹിമ എന്നീ ഗുണങ്ങളുള്ളവരെ കാണുന്ന സമയം സന്തോഷിക്കണം, അസൂയപ്പെടരുത്.
ആ വക ഗുണങ്ങൾ തന്നോളം ഇല്ലാത്തവരെ കാണുമ്പോൾ അവരിൽ ദയ ഉണ്ടാവേണം. ആ വക ഗുണങ്ങൾ കൊണ്ട് തനിക്ക് തുല്യന്മാരായി അവരെ കാണുന്ന സമയം അവരോടുകൂടെ സ്നേഹത്തിൽ പെരുമാറണം. ഇങ്ങനെയായാൽ മാനാവമാനങ്ങളോ അസൂയാദി പീഡകളോ ബാധിക്കുകയില്ല. ധ്രുവ ഉവാച സോയം ശമോ ഭഗവതാ സുഖദുഃഖഹതാത്മനാം ദർശിതകൃപയാം പുംസാം ദുർദർശോസ്മദ്യുതൈസ്തുയഃ. ധ്രുവൻ പറഞ്ഞു, ഹേ ഭഗവൻ, അങ്ങ് കാരുണ്യത്തോടുകൂടി യാതൊരു മാർഗത്തെ ഉപദേശിച്ചുവോ ഈ ശാന്തിമാർഗം സുഖദുഃഖങ്ങളുടെ ബാധയാൽ വിവേകശക്തി തീരെ നശിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവരാൽ അറിയുവാനും അനുഷ്ഠിപ്പാനും അസാധ്യമായിരിക്കുന്നു. അഥാഭിമേ വിനീതസ്യ ക്ഷാത്രം ഘോരമുപേയുഷഃ സുരുച്യ ദുർവചോഭാണേർ നഭിന്നേശ്രയതേ ഹൃദി. അങ്ങ് ഉപദേശിച്ച മാർഗം ഏറ്റവും ശ്രേഷ്ഠമാണെന്നിരിക്കലും ഭയജനകമായിരിക്കുന്ന ക്ഷത്രിയ തേജസ്സിനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അടക്കമില്ലാതെ ഗർവിഷ്ഠനായിരിക്കുന്ന എൻ്റെ ഹൃദയം സുരുചിയുടെ ദുർവാക്കുകളാകുന്ന ബാണങ്ങളേറ്റ് മുറിപ്പെട്ടിരിക്കുന്നതിനാൽ ആ ഹൃദയത്തിൽ ഈ സതുപദേശം ഏൽക്കുന്നില്ല. ദ്വാരമുള്ള ഘടത്തിൽ ജലം നിൽക്കാത്തതുപോലെ അങ്ങ് അരുളി ചെയ്ത സാരോപദേശം എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നില്ല. പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോ സാധുവർത്മമേ ബ്രൂഹ്യസ്മിത് പിതൃഭിർബ്രഹ്മൻ നൈരപ്യന്നതിധിഷ്ഠിതം. എൻ്റെ പിതാവിൻ്റെ പിതാവായിരിക്കുന്ന മനു മുതലായവരോ മറ്റന്യന്മാരോ അധിവസിക്കാത്തതും 3 ലോകങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടവുമായ സ്ഥാനത്തെ ജയിക്കണം, സ്വാധീനമാക്കണം എന്നാഗ്രഹിക്കുന്ന എനിക്ക് സുകരമായ മാർഗം ഏതാണെന്ന് സർവജ്ഞനായ അങ്ങ് ഉപദേശിക്കണം. നൂനം ഭവാൻ ഭഗവതോ യോങ്കജപരമേഷ്ടിനഃ വിനുതന്നടതേ വീണാം ഹിതാർത്ഥം ജഗദോർക്കവത്. ഭഗവാനായ ബ്രഹ്മദേവൻ്റെ അംഗത്തിൽ നിന്ന് ജനിച്ച അങ്ങ് ലോകത്തിന് ഹിതോപദേശം ചെയ്യുവാനാണല്ലോ വീണയിൽ വിനോദിച്ചും കൊണ്ട് സൂര്യനെ പോലെ സഞ്ചരിക്കുന്നത്. മഹാജ്ഞാനിയായ അങ്ങ് ലോകസഞ്ചാരം ചെയ്യാതിരുന്നാൽ, സൂര്യൻ ഇല്ലാതിരുന്നാൽ എങ്ങനെയോ അതുപോലെ ലോകം അന്ധകാരപ്രായമായി വരും. അതിനാൽ എനിക്കും ഹിതോപദേശം ചെയ്യണം. മൈത്രേയ ഉവാച ഇത്യുദാഹൃതമാകർണ്യ ഭഗവാൻ നാരദസ്തദാ പ്രീതപ്രത്യാഹതം ബാലം സദ്വാക്യമനുകമ്പയാ. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം ഉള്ളിലെ അഭിപ്രായം മറയ്ക്കാതെ ഭക്തിപൂർവ്വം ധ്രുവൻ പറഞ്ഞതിനെ കേട്ടപ്പോൾ പ്രീതനായ ഭഗവാൻ നാരദൻ ആ ബാലനിൽ കരുണയോടുകൂടെ അവൻ്റെ ആഗ്രഹം സാധിപ്പാനുള്ള നല്ല മാർഗത്തെ കാട്ടിക്കൊടുക്കുന്നതായ വാക്യത്തെ മറുപടിയായി പറഞ്ഞു. നാരദ ഉവാച ജനന്യാഭിഹിതപന്ഥാഃ സ വൈ നിശ്രേയസസ്യതേ ഭഗവാൻ വാസുദേവസ്തം ഭജത്തത്പ്രവണാത്മനാ. നാരദൻ പറഞ്ഞു, നിന്റെ അമ്മയാൽ ഉപദേശിക്കപ്പെട്ട മാർഗം യാതൊന്നാണോ അതുതന്നെ നിനക്ക് സമുചിതം. സർവത്ര പരിപൂർണനായ ഭഗവാൻ വാസുദേവൻ തന്നെ നിന്റെ അഭീഷ്ടത്തെ സാധിപ്പിക്കും. ഏകാഗ്ര ചിത്തത്തോടുകൂടെ ആ ദേവനെ ഭജിക്കുക. ധർമാർത്ഥകാമമോക്ഷാഖ്യം യയിച്ഛേ ശ്രേയ ആത്മനഃ ഏകം ഹ്യേവ ഹരേസ്തത്ര കാരണം പാദസേവനം. നിന്റെ ആഗ്രഹം അർത്ഥം ലഭിക്കണമെന്ന ഒന്നു മാത്രമാണല്ലോ. ലോകത്തിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നു പറയപ്പെടുന്ന പുരുഷാർത്ഥങ്ങളെ എല്ലാമായിട്ടോ ഓരോന്നായിട്ടോ തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരുവനും അതിൻ്റെ പ്രാപ്തിക്കുള്ള ശരിയായ മാർഗം ശ്രീഹരിയുടെ പാദഭജനം ഒന്നു മാത്രമാകുന്നു. സംശയമില്ല. മറ്റു വിധത്തിൽ ലഭിക്കുന്നതായാൽ അത് വേഗത്തിൽ നശിക്കും. ഹരിപ്രസാദത്താൽ ലഭിക്കുന്ന പക്ഷം ഏതുകാലത്തും നശിക്കുകയില്ലെന്ന് പറയുന്നു. തത്താതഗച്ഛ ഭദ്രം തേ യമുനായാസ്തടം ശുചി പുണ്യം മധുവനം എത്ര സാന്നിധ്യം നിത്യദാ ഹരേഹേ. അതുകൊണ്ട് ഹേ വത്സ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ശ്രീഹരി ഭജനത്തിനായിക്കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന യമുനാതീരത്തെ പ്രാപിച്ചുകൊള്ളുക. പുണ്യാഭിവൃദ്ധിയെ വരുത്തുന്ന മധുവനം യമുനാതീരത്തിലാകുന്നു. അവിടെ ശ്രീഹരി നിത്യവും വസിക്കുന്നു. അവിടെ ചെന്ന് ഭജിക്കുന്നവർക്ക് ഹരിപ്രസാദം കാലവിളംബം കൂടാതെ സിദ്ധിക്കും. സ്നാത്വാനുസവനം തസ്മിൻ കാളിന്ധ്യാസലിലേ ശിവേ കൃത്വോചിതാനി നിവസൻ ആത്മനകൽപിതാസനഃ. മധുവനത്തിൽ വസിച്ച് ശ്രീകൃഷ്ണപ്രിയയായ കാളിന്തിയുടെ പരിശുദ്ധമായ ജലത്തിൽ പ്രാതസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ എന്നീ 3 കാലങ്ങളിൽ സ്നാനം ചെയ്ത ശേഷം ഹരിഭജനത്തിന് ആവശ്യമായ താഴെ പറയുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. ഇരിപ്പാൻ ആസനത്തെ കൽപ്പിക്കണം. സ്വസ്തികാദികളായ ആസനവിധികളിൽ സുഖം തോന്നുന്ന ഒന്നിനെ അഭ്യസിച്ച്
കൽപ്പിച്ചിരിക്കുന്ന ആസനത്തിൽ ഇരിക്കുക. പ്രാണായാമേന ത്രിവൃത പ്രാണേന്ദ്രിയ മനോബലം ശനേർ ഉദസ്യാവിദ്യായേൻ മനസാ ഗുരുണാ ഗുരും. പൂരകം, രേചകം, കുംഭകം എന്ന് 3 വിധത്തിലുള്ള പ്രാണായാമം അഭ്യസിക്കണം. പ്രാണൻ്റെയും മനസ്സിൻ്റെയും ചാഞ്ചല്യരൂപമായ ദോഷത്തെയും വിഷയങ്ങളെക്കുറിച്ച് ഗമിക്കുന്നതായ ഇന്ദ്രിയങ്ങളുടെ ദോഷത്തെയും നിരോധിച്ച ശേഷം സുസ്ഥിരമായ മനസ്സുകൊണ്ട് ശ്രീഹരിയെ ധ്യാനിക്കണം. ഈ ഉപദേശം ധ്രുവനെ ഉപദേശിച്ചു മാത്രമല്ല, ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന ഏതൊരുവനും ഈ വിധം ആചരിച്ചാൽ അവന് അഭീഷ്ടസിദ്ധി ഉണ്ടാകും എന്നുള്ള അനുഗ്രഹത്തെ സൂചിപ്പിച്ചുകൊണ്ടാകുന്നു. എല്ലാവരും ഈ രീതിയിലാണ് ശ്രീഹരിയെ ഭജിക്കേണ്ടത്. പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം സുബ്രുവം ചാരു കപോലം സുരസുന്ദരം തരുണം രമണീയാംഗം അരുണോഷ്ടേക്ഷണാദരം പ്രണതാശ്രയണം നൃമ്ണം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാ പത്മൈർ അഭ്യവ്യക്തചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്വിതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗശേയവാസസം കാഞ്ചികലാപപര്യസ്തം ലസത്കാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം പദ്മ്യാം നഗമണിശ്രേണ്യ വിലസദ്ഭ്യാം സമർച്ചതാം ഹൃത്പദ്മകർണകാധിഷ്ണ്യമാക്രമ്യാത്മന്യവസ്ഥിതം സ്മയമാനമഭിധ്യായേത് സാനുരാഗാവലോകനം നിയതേനൈകഭൂതേന മനസാ വരദർഷഭം. ധ്യാനിക്കേണ്ടതായ ഭഗവാന്റെ സ്വരൂപത്തെ ഉപദേശിക്കുകയാണ്. വരം നൽകുവാൻ ഉദ്യുക്തനായിരിക്കുന്നു ഭഗവാൻ എന്ന് സങ്കല്പിക്കണം. പ്രസാദത്തെ സൂചിപ്പിക്കുന്ന മുഖവും നേത്രങ്ങളും നാസികയും പുരികങ്ങളും മനോഹരമായ കവിൾത്തടം, ദേവന്മാരിൽ വെച്ച് പരമസുന്ദര സ്വരൂപം, യൗവനം തികഞ്ഞിരിക്കുന്ന പ്രായം, ആനന്ദിപ്പിക്കുവാൻ സമർത്ഥങ്ങളായ കരചരണാദ്യവയവങ്ങൾ, തുടുപ്പുള്ള ചുണ്ടുകളും കടക്കണ്ണുകളും, നമസ്കരിക്കുന്നവർക്ക് ആശ്രയഭൂതൻ, അതിനാൽ ശരണാർഹൻ, ആനന്ദിപ്പിക്കുന്നവൻ, കാരുണ്യസാഗരം, ശ്രീവത്സമെന്ന മറുകുള്ളവൻ, മേഘം പോലെ നീലവർണ്ണൻ, ലക്ഷണം തികഞ്ഞിരിക്കുന്ന പുരുഷൻ, വനമാല ധരിച്ചവൻ, ശംഖം, ചക്രം, ഗദ, പത്മം ഇവയാൽ ശോഭിക്കുന്ന 4 കൈകളുള്ളവൻ, കിരീടം, കുണ്ടലം, കേയൂരം, വലയം, കൗസ്തുഭം എന്ന ആഭരണങ്ങളെ ഉചിതമായിരിക്കുന്ന അവയവങ്ങളിൽ ധരിച്ചിരിക്കുന്നവൻ, മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നവൻ, അതിപ്രഭയുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ച പാദസരം കാലിൽ ധരിച്ചിരിക്കുന്നവൻ, കാൺമാൻ യോഗ്യതയുള്ള രൂപങ്ങളുള്ളവരിൽ വെച്ച് അത്യന്തം ദർശനീയൻ, മനസ്സിനും നേത്രങ്ങൾക്കും ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്ന ശാന്തസ്വരൂപമുള്ളവൻ, നഖങ്ങളാകുന്ന രത്നശ്രേണികളാൽ പ്രകാശിക്കുന്ന പാദങ്ങൾ കൊണ്ട് ഭജിക്കുന്നവൻ്റെ ഹൃദയപത്മത്തിൽ ഊന്നി നിൽക്കുന്നവൻ, തൻ്റെ പേരിൽ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന മന്ദഹാസത്തോടുകൂടെ തന്നെക്കുറിച്ച് കടാക്ഷിക്കുന്നവൻ, ഇപ്രകാരം ഇരിക്കുന്ന ശ്രീഹരിയെ ഏകാഗ്രമായിരിക്കുന്ന മനസ്സുകൊണ്ട് ഭക്തിപൂർവം ധ്യാനിക്കണം. ഏവം ഭഗവതോ രൂപം സുഭദ്രം ധ്യായതോ മനഃ നിർവൃത്യ പരയാ തൂർണം സമ്പന്നം ന നിവർത്തതേ. ഇപ്രകാരം മംഗളകരമായിരിക്കുന്ന ഭഗവത് രൂപത്തെ നിരന്തരം ധ്യാനിക്കുന്നവൻ്റെ മനസ്സ് കാലതാമസം കൂടാതെ പരമാനന്ദത്തോട് ചേരുന്നതിനാൽ ആ രൂപത്തിൽ നിന്നു തെറ്റാതെ അതിൽ തന്നെ മുങ്ങിപ്പോകുന്നു. ഇതാണ് സമാധി എന്ന് പറയുന്ന നില. ജപ്യശ്ച പരമോ ഗുഹ്യഃ ശ്രൂയതാം മേ നൃപാത്മജ യം സപ്തരാത്രം ച പഠൻ പുമാൻ പശ്യതി കേചരാൻ. മുമ്പ് ഉപദേശിച്ച യോഗത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്ന പൂജാവിധിയും മന്ത്രവും പറയുകയാണ്. ഹേ രാജകുമാര, പരമോത്കൃഷ്ടവും അതിനാൽ തന്നെ അതിരഹസ്യവുമായിരിക്കുന്ന ഈ മന്ത്രത്തെ 7 ദിവസം ജപിക്കുന്ന പുരുഷൻ ആകാശസഞ്ചാരികളായ ദേവാദികളെ ദർശിക്കും. അവരെ മനുഷ്യർക്ക് കാണുവാൻ സാധിക്കുന്നതല്ലെന്നിരിക്കലും മന്ത്രമാഹാത്മ്യത്താൽ കാണുവാൻ തക്ക യോഗ്യത സിദ്ധിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്ത്രേണാനേന ദേവസ്യ കുര്യാദ്രവ്യമയീം ബുധഃ സപര്യാം വിവിധൈർദ്രവ്യൈർദേശകാലവിഭാഗവിത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം കൊണ്ട് ദേശകാലാവസ്ഥകളെ അനുസരിച്ച് സിദ്ധിക്കാവുന്ന ബഹുവിധ ദ്രവ്യങ്ങളെ സമ്പാദിച്ചിട്ട് പൂജാവിധിയെ അനുസരിച്ച് ഭഗവാനെ പൂജിക്കണം. ഈ പൂജയിൽ ദ്രവ്യങ്ങൾ വേണ്ടതുപോലെ ഉണ്ടായിരിക്കണം. സലിലേഷു ജിബിർമാല്യേർ വന്യേർ മൂലബലാദിഭിഃ ശസ്താങ്കുരാംശുകൈശ്ചാർച്ചേ തുളസ്യാ പ്രിയയാ പ്രഭും. എല്ലാ സാധനങ്ങളും ശുദ്ധങ്ങളായിരിക്കണം. ശുദ്ധമായ ജലം പാദ്യം ആചമനീയം എന്ന ഭേദത്തെ സൂചിപ്പിക്കുവാൻ
ജലപാത്രങ്ങൾ ഒന്നിലധികം വേണം. പുഷ്പങ്ങൾ മാലകളായിട്ടും ദളങ്ങളായിട്ടും കാട്ടിൽ നിന്ന് ലഭിക്കാവുന്ന ഫലമൂലാദികൾ ശാസ്ത്രത്തിൽ പറഞ്ഞതനുസരിച്ച് ദൂർവാദളം, അംശുകം, തുളസി എന്നിവയാൽ പ്രഭുവുമായിരിക്കുന്ന ഭഗവാനെ പൂജിക്കണം. ലബ്ധ്വാദ്രവ്യമയീർമർച്ചാം ക്ഷിത്യാംബുവാദിഷു വാർച്ചയേത് ആഭൃതാത്മനാ മുനീഹി ശാന്തോ യദവാങ്മിതവന്യബുക്. കല്ല്, ലോഹം മുതലായ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഹരിരൂപത്തിലോ ഭൂമിയിൽ പത്മമിട്ടിട്ടോ ജലത്തിലോ ആദിത്യമണ്ഡലത്തിലോ ബ്രാഹ്മണൻ, ഗുരു മുതലായവരിലോ പൂജിക്കണം. ഇത്രത്തോളം പറഞ്ഞത് പൂജയ്ക്ക് വേണ്ടുന്ന ബഹിരംഗ സാധനങ്ങളാകുന്നു. ഇനി അന്തരംഗ സാധനങ്ങളെ പറയുന്നു. പൂജകൻ്റെ മനസ്സ് അവന് അധീനമായിരിക്കണം. മനസ്സ് പല വിഷയങ്ങളിലേക്കും ചാടിക്കളിക്കാതെ ധ്യേയമായിരിക്കുന്ന ഭഗവത് രൂപത്തിൽ തന്നെ ഉറപ്പിച്ചിരിക്കണം. വിചാരശീലനും അവ്യഗ്രനും വാക്കുകളെ അടക്കിയവനുമായിരിക്കണം. ഭക്ഷണം കായികനുകളായിരിക്കുകയും അതുതന്നെ മിതമായിരിക്കുകയും വേണം. സ്വേച്ഛാവതാരചരിതൈർ അചിന്യ നിജമായയാ കരിഷ്യത്യുത്തമശ്ലോകസ്തദ്ധ്യായേധൃതയംഗമം. സാധാരണ ജനങ്ങളാൽ ഊഹിപ്പാൻ പോലും കഴിയാത്ത ഈശ്വരമായയെ സ്വേച്ഛയാ അംഗീകരിച്ചിട്ട് ഭഗവാൻ ലോകാനുഗ്രഹം ചെയ്യുവാനായി സ്വീകരിച്ച അവതാരങ്ങളിൽ ജനമനസ്സിനെ ആനന്ദിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ഏതേത് വ്യാപാരങ്ങൾ ചെയ്തിട്ടുണ്ടോ അവയെ ധ്യാനിക്കണം. ഒന്നാമത്തേതായ സ്വയംഭുവ മന്വന്തരത്തിൽ അനേകാവതാരങ്ങൾ ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ഇനിമേലുണ്ടാകുന്ന അവതാര ചരിതങ്ങളെയും ധ്യാനിക്കണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പരിചര്യ ഭഗവതോ യാവത്യപൂർവസേവിതാഃ താമന്ത്രഹൃദയേനൈവ പ്രയുഞ്ജ്യാൻ മന്ത്രമൂർത്തയേ. സലിലാദികൾ കൊണ്ട് ഏതേത് വിധം ഉപചാരങ്ങളെ ഭഗവാന് സമർപ്പിക്കണമെന്ന് ഇതിനു മുമ്പ് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ഉപചാരങ്ങളെ എല്ലാം മന്ത്രത്തെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചും ഉച്ചരിച്ചും കൊണ്ട് തന്നെ സമർപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ സ്വരൂപം മന്ത്രമാകുന്നു. പൂർവാചാര്യന്മാർ ഭഗവാനെ സേവിച്ചിട്ടുള്ളതും ആവിധമാകുന്നു. അതിനാൽ ഇപ്പോഴുള്ളവരും മേലിലുണ്ടാകുന്നവരും ആ പൂർവ്വരീതിയെ അനുസരിച്ചു തന്നെ ഭഗവത് സേവ ചെയ്യണം. ഏവം കായേന മനസാ വചസാ ച മനോഗതം പരിചര്യമാണോ ഭഗവാൻ ഭക്തിമത് പരിചര്യയാ പുംസാമമായിനാം സമ്യക് ഭജതാം ഭാവവർദ്ധനഃ ശ്രേയോ ദിശത്യഭിമതം യദ്ധർമാദിഷു ദേഹിനാം. ഭക്തന്മാർ രണ്ടു വിധക്കാരായിരിക്കും, സകാമന്മാർ, നിഷ്കാമന്മാർ. അതിൽ സകാമന്മാരുടെ സ്ഥിതിയെ പറയുന്നു. ധ്രുവൻ സകാമനായിട്ടാണല്ലോ ഭജിപ്പാൻ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടും ലോകത്തിൽ പ്രായേണ ഭഗവത് ഭജനം ചെയ്യുന്നവർ സകാമന്മാരായി കാണപ്പെടുന്നതുകൊണ്ടും അവരുടെ ബലത്തെ തന്നെ ആദ്യം പറയുന്നു. മുകളിൽ വിവരിച്ച രീതിയിൽ ഭഗവാനിൽ പരമപ്രേമഭാവത്തോടുകൂടെ ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും പരമാർത്ഥമായി സേവിക്കപ്പെടുന്ന ഭഗവാൻ ഭക്തഹൃദയത്തിൽ പ്രത്യക്ഷനായി വിളങ്ങുവാൻ തക്കവിധം ഭാവനയ്ക്ക് ദാർഢ്യമുണ്ടായിരിക്കണം. അതാണ് ഭജനത്തിൻ്റെ മുഖ്യാംഗം. ഗുരുപദേശത്തെ അതിക്രമിക്കാതെ പരമാർത്ഥ ഭാവത്തോടുകൂടെ ഭജിക്കുന്ന പുമാന്മാരുടെ അഭിലാഷത്തെ ആഗ്രഹിച്ചിരിക്കുന്ന ഭക്തിഭാവത്തെ ഭഗവാൻ അഭിവൃദ്ധിപ്പെടുത്തും. ധർമ്മം, അർത്ഥം, കാമം ഈ 3 വിധ പുരുഷാർത്ഥങ്ങളിൽ ഏതൊന്നിനെ ആഗ്രഹിച്ചാലും അങ്ങനെ ആഗ്രഹിച്ചു ഭജിക്കുന്നവർ ആരായിരുന്നാലും സ്ത്രീ പുരുഷ ഭേദത്തെയോ ബ്രാഹ്മണാദി വർണ്ണഭേദങ്ങളെയോ ബ്രഹ്മചര്യാദി ആശ്രമങ്ങളെയോ ഗണിക്കാതെ അവർക്കതിനെ ഭഗവാൻ നൽകും. ജലം, പുഷ്പം, ഗന്ധം, ധൂപം, ദീപം, നൈവേദ്യം മുതലായവയെ സമർപ്പിക്കുന്നത് ദേഹത്താൽ ചെയ്യപ്പെടുന്ന ഭജനം. ഭഗവത് രൂപത്തെ ധ്യാനിക്കുന്നത് മനസ്സാ ചെയ്യപ്പെടുന്ന ഭജനം. മന്ത്രം ജപിക്കുന്നത് വാക്കാൽ ചെയ്യപ്പെടുന്ന ഭജനം. വിരക്തശ്ചേന്ദ്രിയരതോ ഭക്തിയോഗേന ഭൂയസ തം നിരന്തരഭാവേന ഭജതേദ്ധാ വിമുക്തയെ. വിഷയാഗ്രഹങ്ങൾ ഒന്നുമില്ലാത്തവൻ പരമപ്രേമഭാവത്തോടുകൂടെ നിരന്തരം അധികരിച്ച ഭക്തിയോഗത്താൽ ഭഗവാനെ ഭജിക്കുന്നുവെങ്കിൽ അവന് സാക്ഷാൽ മുക്തി തന്നെ അതിൻ്റെ ഫലം. സകാമന്മാരും ക്രമത്തിൽ മുക്തിയെ പ്രാപിക്കും. പക്ഷേ സുഖഭോഗങ്ങളെയും പുണ്യലോകങ്ങളെയും അനുഭവിച്ച ശേഷമേ അവർക്ക് മുക്തി സിദ്ധിക്കുകയുള്ളൂ. നിഷ്കാമഭക്തൻ്റെ അവസ്ഥ അതിൽ നിന്നും വ്യത്യസ്തമാകുന്നു. ശരീരത്യാഗാനന്തരം ഭഗവത് സായുജ്യം പ്രാപിക്കും. കാലവിളംബമില്ല. അതിനാൽ നിഷ്കാമഭക്തി തന്നെ ശ്ലാഘ്യമെന്ന് പറയുന്നു. മൈത്രേയോവാച ഇത്യുക്തസ്തം പരിക്രമ്യ പ്രണമ്യ ച നിർബാർഭകഃ യയോ മധുവനം പുണ്യം ഹരേശ്ചരണചർച്ചിതം. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം ശ്രീ നാരദമുനിയുടെ ഉപദേശം കേട്ട രാജപുത്രനായ ധ്രുവൻ
ആ പരമഗുരുവിനെ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത ശേഷം ശ്രീഹരിയുടെ നിത്യസാന്നിധ്യത്താൽ പാപത്തെ നശിപ്പിച്ച് പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് യോഗ്യദേശമായ മധുവനത്തെ പ്രാപിച്ചു. തപോവനം ഗതേ തസ്മിൻ പ്രവിഷ്ടോന്തപുരം മുനിഹി അർഹിതാർഹണഘോരാജ്ഞ സുഖാസീന ഉവാചതം. ധ്രുവൻ തപസ് ചെയ്യുവാനായിട്ട് മധുവനത്തെ പ്രാപിച്ചപ്പോൾ നാരദമുനി ഉത്താനപാദ രാജാവിൻ്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ചു. രാജാവ് സമുചിത സൽക്കാരം ചെയ്ത് ആസനാദികൾ നൽകി. അതിലിരുന്ന് നാരദർ രാജാവിനോട് പറഞ്ഞു, പുത്രനിർഗമനത്താൽ വ്യാകുലചിത്തനായ രാജാവ് ഭൃത്യജനങ്ങളെ അയച്ച് അന്വേഷണാദികൾ നടത്തുവാൻ ഇടവരാം. അപ്പോൾ ധ്രുവൻ്റെ തപസ്സിന് വിഘ്നം നേരിട്ടുവെന്നും വരാം. അതുകൂടാതെ കഴിപ്പാനാണ് രാജാന്തപുരത്തിൽ മുനി പ്രവേശിച്ചതെന്ന് പറയുന്നത്. നാരദ ഉവാച, രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യത കിം വാനരിഷ്യതേ കാമോ ധർമ്മോ വാർത്തേന സംയുതഃ. നാരദൻ പറഞ്ഞു, ഹേ രാജൻ, വാടിയ മുഖത്തോടു കൂടിയിരിക്കുന്ന അങ്ങ് എന്തിനെ ഉദ്ദേശിച്ച് ദീർഘമായി ധ്യാനിക്കുന്നു? അങ്ങയുടെ ധർമ്മം, അർത്ഥം, കാമം എന്ന പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോ എല്ലാറ്റിനുമോ വല്ല നാശവും നേരിട്ടിരിക്കുന്നുവോ? രാജോവാച, സുതോ മേ ബാലകോ ബ്രഹ്മൻ സ്ത്രൈണേന കരുണാത്മന നിർവാസിത പഞ്ചവർഷഃ സഹമാത്ര മഹാൻ കവിഹി. നാരദ മഹർഷിയാൽ ചോദിക്കപ്പെട്ട ഉത്താനപാദ രാജാവ് പശ്ചാത്താപത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് കഴിഞ്ഞ വൃത്താന്തം പറയുന്നു. ഹേ ബ്രഹ്മൻ, എല്ലാം അറിഞ്ഞിരിക്കുന്ന അങ്ങ് എൻ്റെ വ്യസന കാരണവും അറിഞ്ഞിരിക്കും. എന്നാലും പറയാം, 5 വയസ്സ് മാത്രം പ്രായം തികഞ്ഞ ബാലകനായ പുത്രനെയും അവൻ്റെ മാതാവിനെയും ഞാൻ ഗൃഹത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അത്രയ്ക്ക് മാത്രം കരുണാവിഹീനനായി ഭവിച്ചു. അതിനു കാരണം സ്ത്രീ വിഷയത്തിൽ എനിക്കുണ്ടായി വന്ന അത്യാസക്തി തന്നെ. ആ കുട്ടിയോ സൽഗുണങ്ങൾ അധികരിച്ചതുകൊണ്ട് മഹാനും ബുദ്ധിമാനുമാകുന്നു. അതിനാൽ അവനെ പുറത്തു പോവാൻ ഇടവരുത്തിയ ഞാൻ മഹാമൂഢനായിപ്പോയെന്ന് സമ്മതിച്ചു. അതുനിമിത്തം തനിക്ക് പശ്ചാത്താപമുണ്ടെന്ന് പ്രകാശിപ്പിച്ചു. അപ്യനാദം വനേ ബ്രഹ്മൻ മാസ്മാദന്ത്യർഭകം മൃഗാഹ ശ്രാന്തം ശയാനം ക്ഷുദിതം പരിമ്ലാനമുഖാംബുജം. പറഞ്ഞതിനെ ഒന്നുകൂടെ സ്പഷ്ടമാക്കിക്കൊണ്ട് തൻ്റെ സംശയത്തെ പറയുന്നു. ഹേ ബ്രഹ്മജ്ഞനായ മുനെ, കാട്ടിൽ സഞ്ചരിച്ചതിനാൽ വിശന്നും ക്ഷീണിച്ചും മുഖാംബുജം വാടിയും രക്ഷിപ്പാൻ ആരുമില്ലാതെയിരിക്കുന്ന ആ കുട്ടി കാട്ടിൽ തളർന്നു കിടക്കുന്ന സമയം ചെന്നായ്ക്കൾ മുതലായ ദുഷ്ടമൃഗങ്ങൾ ഭക്ഷിക്കയില്ലേ? ബ്രാഹ്മണോത്തമനായ അങ്ങയുടെ അനുഗ്രഹത്താൽ ആ വക ആപത്ത് കുട്ടിയെ ബാധിക്കാതിരിക്കണം. അഹോ മേ ബദ ദൗരാത്മ്യം സ്ത്രീജിതസ്യോപതാരയ യോഗം പ്രേംണാരുരുക്ഷന്തം നാഭ്യനന്ദമസത്തമഃ. പ്രേമം നിമിത്തം മടിയിൽ കയറിയിരിപ്പാൻ ആഗ്രഹിച്ച് സമീപത്ത് വന്ന ആ ബാലകനെ അത്യന്തം അസത്തായിരിക്കുന്ന യാതൊരുവൻ ഞാൻ അഭിനന്ദിച്ചില്ലയോ? സ്ത്രീക്ക് അധീനനായി ഭവിച്ച ബുദ്ധിഹീനനായ എൻ്റെ ദുഷ്ടതയുടെ ആധിക്യത്തെ അങ്ങ് നന്നായി അറിഞ്ഞാലും. നാരദ ഉവാച, മാമാശുജ സ്വതനയം ദേവഗുപ്തം വിശാംബദേ തത്പ്രഭാവമവിജ്ഞായ പ്രാവൃങ്ക്തേ ഇദ്യശോ ജഗത്. നാരദർ പറഞ്ഞു, ഹേ നരവദേ, അങ്ങയുടെ പുത്രനെ ഈശ്വരൻ രക്ഷിച്ചിരിക്കുന്നു. അവൻ്റെ പ്രഭാവം അസാധാരണമാകുന്നു. അതിനെ അറിയാതെ അവനെക്കുറിച്ച് പരിതപിക്കണ്ട. അവൻ്റെ കീർത്തി ലോകത്തിൽ എങ്ങും വ്യാപിക്കും. ദുഷ്കരം കർമ്മ കൃത്വാ ലോകപാലൈരഭിപ്രഭുഃ ഏഷ്യത്യജിരധോ രാജൻ യശോ വിപുലയൻ തവ. ഹേ രാജൻ, ലോകപാലന്മാരായ ഇന്ദ്രാദിദേവന്മാരാൽ കൂടെ സാധ്യമല്ലാത്തതായ ഭഗവത് ആരാധനാരൂപമായ കർമ്മം ചെയ്തിട്ട് സമർത്ഥനായ അങ്ങയുടെ പുത്രൻ അങ്ങയുടെ കീർത്തി വർദ്ധിപ്പിക്കുന്നവനായിട്ട് കാലതാമസം കൂടാതെ മടങ്ങിവരും. മൈത്രേയ ഉവാച, ഇതി ദേവർഷിണാ പ്രോക്തം വിസൃത്യ ജഗദീപതിഃ രാജലക്ഷ്മീമനാധൃത്യ പുത്രമേവാന്വചിന്തയത്. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം ദേവർഷിയായ ശ്രീ നാരദരുടെ വാക്കുകേട്ട രാജാവ് രാജ്യൈശ്വര്യത്തെയോ രാജഭോഗങ്ങളെയോ ആദരിക്കാതെ നിരന്തരം പുത്രനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ധ്രുവൻ തപസ് ചെയ്യുവാൻ പോയിരിക്കുന്നുവെന്ന് സാമാന്യമായി പറഞ്ഞതല്ലാതെ മധുവനത്തിലാണ് തപസ് ചെയ്യുന്നത് എന്നു പറയാഞ്ഞത് രാജഭൃത്യന്മാരെ അയച്ച് തപസ്സിന് വിഘ്നം വരുത്തുവാൻ ഇടവരാതിരിക്കണമെന്ന വിചാരത്തോടെ രാജാവിനെ ഒരുവിധം ആശ്വസിപ്പിപ്പാനാകുന്നു. ദേവർഷി വചനത്തിൽ അവിശ്വാസത്തിന് അവസരമില്ലാത്തതിനാൽ അത്രമാത്രത്താൽ രാജാവും സമാധാനപ്പെട്ടു.
തത്രാഭിഷിക്യ പ്രേതസ്താമുപോക്ഷ്യ വിഭാവരീം സമാഹിതപര്യചരദൃശ്യാദേശേന പൂരുഷം. ധ്രുവൻ മധുവനത്തിലെത്തി യമുനാ നദിയിൽ സ്നാനം ചെയ്തു. ആ രാത്രി ആഹാരമൊന്നും കൂടാതെ കഴിച്ചു. ഭഗവാനെ സേവിപ്പാൻ വേണ്ടുന്ന ഉത്സാഹവും സാവധാനതയും കൂടുതലായി ഉണ്ടായി. ഋഷിയുടെ ഉപദേശപ്രകാരം പുരുഷോത്തമനായ ഭഗവാനെ സേവിച്ചു. ത്രിരാത്രാന്തേ കപിത്തബദരാശനഃ ആത്മവൃത്യനുസാരേണ മാസന്യന്യർച്ചയൻ ഹരിം. മാസം തോറും തപസ്സിനെ വർദ്ധിപ്പിക്കുകയും ആഹാരം കുറയ്ക്കുകയും ചെയ്ത് ഇതിനെ വിവരിക്കുന്നു. 3 രാത്രി കഴിയുന്ന സമയം അല്പാഹാരം കഴിച്ചു വന്നു. ശരീരം നിലനിൽക്കുവാൻ എത്രമാത്രം ആഹാരം ആവശ്യമോ അതുമാത്രമേ കഴിക്കുകയുള്ളൂ. ബ്ലാരങ്ങ, ഇലന്തപ്പഴം മുതലായ കായ്കളും കനികളും വനത്തിൽ പ്രയാസം കൂടാതെ കിട്ടുന്ന സാധനങ്ങളും ഭക്ഷിച്ചു വന്നു. ഇങ്ങനെ 1 മാസം കഴിച്ചുകൂട്ടി. ആഹാരം തീരെ ഇല്ലാതായാൽ ശരീരാപായം വരും, അധികമായാൽ ജാഡ്യവും ബാധിക്കും. അതുകൊണ്ട് അത് രണ്ടും വരാത്ത വിധത്തിൽ അന്ധക്കരണ പ്രസാദത്തിന് ഉപകരിക്കുന്ന ഫലാഹാരം ശീലിച്ചു. ദ്വിതീയം ച തഥാ മാസം ഷഷ്ടേർഭഗോദിനെ തൃണപർണാദിഭിശീർണൈഃ കൃതാന്യോഭ്യർച്ചയദ്വിഭും. 2ാമത്തെ മാസത്തിൽ 6 ദിവസം കഴിയുമ്പോൾ ആഹാരം ശീലിച്ചു തുടങ്ങി. ഹിംസാദികളില്ലാതെ പരിശുദ്ധമായി വരണമെന്ന വിചാരത്താൽ ഉണങ്ങി വീഴുന്ന ഇലകൾ, പഴുത്തു വീഴുന്ന പഴങ്ങൾ മുതലായ പദാർത്ഥങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് സർവത്ര നിറഞ്ഞിരിക്കുന്ന ശ്രീവാസുദേവനെ പൂജിച്ചു വന്നു. തൃതീയം ചാനയന്മാസം നവമേ ഹനി അഭക്ഷ ഉത്തമ ശ്ലോകമുപതാവത് സമാധിന. 9 ദിവസം കഴിയുമ്പോൾ ജലം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് നിരന്തരം ഭഗവത് ധ്യാനത്തോടുകൂടെ 3ാമത്തെ മാസവും അല്പസമയത്തെ കഴിക്കുന്ന മട്ടിൽ കഴിച്ചുകൂട്ടി. ശരീരം കൊണ്ട് ചെയ്യേണ്ടതായ ബാഹ്യപൂജയിൽ അശക്തനായതുകൊണ്ട് നിരന്തര ധ്യാനരൂപമായിട്ടാണ് 3ാമത്തെ മാസം കഴിച്ചത്. മനസ്സ് ഭഗവത് രൂപത്തിൽ ലയിച്ചതിനാൽ ദിവസദൈർഘ്യം അറിഞ്ഞില്ല. ചതുർത്ഥമപി വൈമാസം ദ്വാദശേ അഹനി വായുഭക്ഷോജിതശ്വാസോ ധ്യായൻ ദേവമതാരയത്. 4ാമത്തെ മാസത്തിൽ 12 ദിവസം കഴിയുമ്പോൾ വായുഭക്ഷണം ചെയ്തും ശ്വാസത്തെ അടക്കിയും ശ്രീവാസുദേവനെ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തെ ധരിച്ചിരുന്നു. പഞ്ചമേ മാസ്യനുപ്രാപ്തേ ജിതശ്വാസോ നിർഭാത്മജഃ ധ്യായൻ ബ്രഹ്മപദൈകേന തസ്തൗസ്ഥാണുരിവാചലഃ. 5ാമത്തെ മാസം വന്നു ചേർന്നു. ശ്വാസത്തെ പുറത്തേക്ക് വിടാതെ പ്രാണായാമത്തെ അംഗീകരിച്ച രാജകുമാരൻ സർവത്ര വ്യാപരിച്ചിരിക്കുന്ന പരമചൈതന്യത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു കാൽ മാത്രം ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് നിർജീവമായ മരക്കുറ്റി എന്ന പോലെ ഇളക്കമില്ലാതെ നിന്നു. ഇവിടെ ജീവൻ പ്രാണനാകുന്ന ഉപാധിയെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്നു. മനസ്സിൻ്റെ ചാഞ്ചല്യം നിലച്ചതിനാൽ ചലനവും നിലച്ചു. അപ്പോൾ സ്ഥൂല ശരീരത്തിൻ്റെ ഭാവനയിൽ നിന്ന് മുക്തനായി. ഇതാണ് സമാധി നില. സർവതോമന ആകൃഷ്യ ഹൃദിഭൂതേന്ദ്രിയാശയം ധ്യായൻ ഭഗവതോ രൂപം നാദ്രാക്ഷീത് കിഞ്ചനാപരം. ഭൂതങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആസ്പദമായിരിക്കുന്ന മനസ്സിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ചിട്ട് ഹൃദയാകാശത്തിൽ ഭഗവാന്റെ രൂപം മാത്രം ധ്യാനിച്ചിരുന്നു. അന്യമായ യാതൊന്നിനെയും കണ്ടില്ല. ആധാരം മഹദാദീനാം പ്രധാന പുരുഷേശ്വരം ബ്രഹ്മധാരയമാണസ്യ ത്രയോ ലോകാശ്ച കമ്പിരേ. മഹത്തത്വം, അഹങ്കാരതത്വം എന്നിവയുടെ ആധാരമായും പ്രകൃതി പുരുഷന്മാരുടെയും കാരണമായിരിക്കുന്ന അക്ഷരബ്രഹ്മം ഹൃദയത്തിൽ പ്രത്യക്ഷമായിരിക്കുന്നതിനെ ധ്രുവൻ ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ജഡചേതന സ്വരൂപങ്ങളായിരിക്കുന്ന 3 ലോകങ്ങളും വിറച്ചുപോയി. മൂക്കുതുളച്ചു കോർത്തിരിക്കുന്ന കയറിനെ വലിക്കുന്ന സമയം കാളകൾ വണ്ടിക്കാരൻ അധീനങ്ങളായി ഭവിക്കുന്ന മട്ടിൽ സർവ്വലോകങ്ങളുടെയും ആശ്രയമായിരിക്കുന്ന ബ്രഹ്മത്തെ ഹൃദയാന്തർഭാഗത്തിൽ ധരിച്ചിരിക്കുവാൻ ധ്രുവന് സാധ്യമായപ്പോൾ ആ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ലോകവാസികൾ ചലിച്ചു. സർവാധാരമായിരിക്കുന്ന സമഷ്ടിപ്രാണൻ വൃഷ്ടിപ്രാണനിൽ കൂടെ ധ്രുവന് അധീനമായപ്പോൾ സർവരുടെയും പ്രാണന് നിരോധം ഭവിച്ചു. സമഷ്ടിപ്രാണനിൽ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് അക്ഷരബ്രഹ്മം, അല്ലെങ്കിൽ സൂത്രാത്മാവ് എന്ന് പറയപ്പെടുന്നത്. അതിനെ സ്വാധീനപ്പെടുത്തുവാൻ ആർക്കു കഴിയുന്നുവോ 3 ലോകവും അവനധീനം എന്നുള്ള യോഗരഹസ്യത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. യഥൈകപാദേന സ പാർത്ഥിവാർഭകസ്തസ്ഥൗ തദംഗുഷ്ടനിബീഡിതാമഹീ നനാമ തത്രാർദ്ധമിവേന്ദ്രധിഷ്ഠിത തരീവ സവ്യേ തരത പദേ പദേ. സർവാധിഷ്ഠാനമായ അക്ഷരബ്രഹ്മത്തെ ഹൃദയാന്തർഭാഗത്തിൽ വഹിച്ചിരിക്കുന്ന രാജകുമാരൻ ഏകപാദത്താൽ ഭൂസ്പർശം ചെയ്തു നിൽക്കുന്ന സമയം
അവൻ്റെ പാദാങ്കുഷ്ട സ്പർശനത്തെ വഹിപ്പാൻ അസമർത്ഥിയായി ഭവിച്ച ഭൂമിയുടെ അർദ്ധാംശം താണുപോയി. മഹാശരീരമുള്ള ഗജത്തെ കയറ്റിയിരിക്കുന്ന ഒരു തോണി ഗജചലനത്തെ അനുസരിച്ച് ഇടത്തും വലത്തും ചലിക്കുന്നതുപോലെ ആധാരത്തേക്കാൾ ആധേയത്തിന് ഗണമുണ്ടായി വരുമ്പോൾ ആധാരം ചലിക്കുന്നതായ ദൃഷ്ടാന്തത്തെക്കൊണ്ട് സർവത്തെയും വഹിക്കുന്ന ഭൂമിയേക്കാൾ ഘനതരനായിരിക്കുന്നു ഇപ്പോൾ ധ്രുവൻ. അതിനു കാരണം അഖില ബ്രഹ്മാണ്ടങ്ങൾക്കും കാരണമായിരിക്കുന്ന അക്ഷരബ്രഹ്മം മൂർത്തിമത്തായിട്ട് ധ്രുവഹൃദയാന്തർഭാഗത്തിൽ വസിക്കുന്നുവെന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. തസ്മിന്നഭിധ്യായതി വിശ്വമാത്മനോ ദ്വാരം നിരുദ്ധ്യ സുമനന്യയാ ധിയാ ലോകാനിരിശ്വാസനീ പീഡിതാ ഭൃശം സലോകപാല ശരണം യയുർഹരിം. സർവാധാരമായിരിക്കുന്ന അക്ഷരബ്രഹ്മവും താനും ഒന്നു തന്നെ ഭിന്നമല്ല എന്നുള്ള അഭേദഭാവത്തോടുകൂടെ പ്രാണചലനത്തിനുള്ള മാർഗത്തെ നാസാദ്വാരത്തെ നിരോധിച്ചും കൊണ്ട് ധ്രുവൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രാദി ലോകപാലന്മാരോടുകൂടിയ സർവരും ഉച്ഛ്വാസ നിശ്വാസത്തിന് തടസ്സം നേരിട്ടതുകൊണ്ടുള്ള ദുഃഖം സഹിക്കാത്തവരായിട്ട് സർവസന്താപങ്ങളെ തീർത്തു സംരക്ഷിക്കുന്ന വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ദേവ ഊജുഹു നൈവം വിദാമോ ഭഗവൻ പ്രാണരോധം ചരാചരസ്യാഖിലസ്ത്വദാംനഃ വിദേഹി തന്നോ വൃജിനാദ്യമോക്ഷം പ്രാപ്താ വയം ത്വാം ശരണം ശരണ്യം. ദേവന്മാർ പറഞ്ഞു, ഹേ ഭഗവൻ, ഇപ്രകാരം ചരാചര പ്രാണിവർഗത്തിനും ഒരേ സമയത്തിൽ പ്രാണനിരോധമുണ്ടായതായിട്ട് ഞങ്ങൾ അറിയുന്നില്ല. ഈ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ശരണാർഹനായ അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. ശ്രീ ഭഗവാനുവാച മാ ഭൈഷ്ടബാലം തപസോ ദുരത്തെയാ നിവർത്തയിഷ്യേ പ്രതിയാദസ്വധാമ യതോ ഹി വ പ്രാണനിരോധ ആസീദൗത്താനപാതിർ മൈ സംഗതാത്മാ. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, നിങ്ങൾ ഭയപ്പെടേണ്ട, സ്വസ്ഥാനത്തേക്ക് പോകുവിൻ. ഉത്താനപാത മഹാരാജാവിൻ്റെ പുത്രൻ സമസ്ത ആത്മാവായിരിക്കുന്ന എന്നിൽ ഐക്യം പ്രാപിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനായിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാണചലനത്തിന് തടസ്സം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പ്രസാദിക്കണമെന്നാണ് അവൻ്റെ സങ്കല്പം. എന്നാൽ മാത്രമേ തപസ്സു മതിയാക്കുകയുള്ളൂ. അതിനാൽ ഞാൻ ആ ബാലനെ തപസ്സിൽ നിന്ന് നിവർത്തിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രാണനിരോധം തീരും. 8-ാമത്തെ അധ്യായം സമാപിച്ചു. 9-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.